ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഒരു ബ്രെഡ് പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് വീട്ടിലുണ്ടാവുന്ന 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളത് ഒരു 6 സ്ലൈസ് ബ്രെഡ്, 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, 2 മുട്ട. ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യാം. 1 ഗ്ലാസ് പഞ്ചസാരയാണല്ലോ എടുത്തിരിക്കുന്നത്, അതിൻ്റെ അര ഗ്ലാസ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ആക്കി വെച്ചിട്ട് നമുക്കിതിനെ കാരമലാക്കി എടുക്കാം. പഞ്ചസാര മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ, തേനിൻ്റെ കളറിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഏകദേശം ആയിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ പുഡിംഗ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഈ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാവിനെ നമുക്ക് അതിലോട്ട് ഒഴിച്ച് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിന് കട്ട് ചെയ്തിടുക. വേണ്ടവർക്ക് ബ്രൗൺ കളർ ഒഴിവാക്കാം. ബ്രെഡിന് ചുറ്റുമുള്ളത് ഞാനത് ചേർത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഇതിൻ്റെ ഫ്ലേവർ വേണ്ടവർക്ക് ഏലക്കായ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നന്നായി അടിച്ചെടുക്കുക. അതും കൂടെ ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം പുഡിംഗ് റെഡിയാക്കാൻ വെച്ച പാത്രം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിയിലൊരു പാത്രം കൂടെ വെച്ച് നമ്മുടെ പുഡിംഗ് റെഡിയാക്കുന്ന പാത്രം ഇറക്കി വയ്ക്കാം. എന്നതിന് ശേഷം അത് മൂടി വെച്ച് വലിയ പാത്രവും കൂടെ മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കാം. നമ്മുടെ പുഡിംഗ് ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതായോ എന്നറിയാൻ നമുക്കൊരു കുത്തി നോക്കിയാൽ മതി. ഇഡ്ഡലിയൊക്കെ പാകമായോ എന്ന് നോക്കുന്ന പോലെ തന്നെ. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം. ഭയങ്കര സോഫ്റ്റാണ്. എങ്ങനെ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങളെല്ലാവരും റെഡിയാക്കി എടുക്കുക തന്നെ വേണം, ചെയ്ത് നോക്കുക തന്നെ വേണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത് കണ്ടോ, എന്തൊരു സോഫ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണിത് കേട്ടോ. സൂപ്പറായിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് ചെയ്ത് നോക്കണേ. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ പാലും മുട്ടയും അതുപോലെ ബ്രെഡും പഞ്ചസാരയും എല്ലാം എന്തായാലും വീട്ടിലുണ്ടാവും. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. എൻ്റെ മോൻ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. കേക്ക് പോലെ ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.